ഡൈനിങ് സ്പേസിലേക്കും നമുക്ക് ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വാവ് ഇത് ഹെവി. ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ കേറുമ്പോഴാണ് ഇതിന്റെ കഷ്ടപ്പാടുകൾ അറിയുന്നത്. മനുഷ്യന്മാരെ പറ്റിക്കുന്ന പരിപാടി ആരും ചെയ്യരുത്. കോട്ടിയാടിൽ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റും. വീട് ഭയങ്കര യൂണീക്ക് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, നല്ല പ്രീമിയം ടച്ച്. WPC അക്രിലിക്. ഇനി ഒരു കിച്ചൺ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. കിച്ചൺ മാത്രമാണ്, ഞങ്ങൾക്ക് ഇന്റീരിയറിന്റെ യൂണിറ്റ് ഉണ്ട്. ഇന്റീരിയർ ഈ ഒരു ടാൻഡം യൂണിറ്റിന് നമുക്കിപ്പം നോർമലി നമുക്കിത് പ്ലൈവുഡിലോ അല്ലെങ്കിൽ അങ്ങനെയോ ചെയ്യാം. പക്ഷെ അതാകുമ്പോഴത്തേക്കും ഇത്രയും ഒരു സ്മൂത്ത് മെക്കാനിസം നമുക്ക് കിട്ടും. കന്നിമൂലയിൽ വന്നിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം, അതിന്റെ ഒരു തീം ജിപ്സൺ സീലിംഗ് ചെയ്തിരിക്കുന്ന നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് ജിപ്സൺ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ ഫാമിലി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തിരിച്ച് നമുക്ക് ഇവിടെ നിന്ന് TV കാണാം. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളിക്കാരിക്ക് 7 വയസ്സേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരിയുടെ അഭിപ്രായം വരെ എടുത്താണ് ചെയ്തിരിക്കുന്നത്. വാവ്, ദാറ്റ്സ് ഗുഡ്. അടിപൊളി അടിപൊളി, അത് കൊള്ളാം, എന്തായാലും കൊള്ളാം. അതിന്റെ ജിപ്സൺ സീലിംഗ് വർക്ക്സ്. പിന്നോ ഡിസൈൻസിനെ പോലുള്ള ബിൽഡേഴ്സിനെ ഏൽപ്പിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ഇല്ല. അതെന്തുകൊണ്ട്? എന്റെ ഒരു റിലേഷൻ വീട് 2 വീട് ഓൾറെഡി ഇവരാണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഫാമിലി 2 വീട് ഓൾറെഡി ഇവർ ചെയ്തു. നമ്മൾ ഒരാളും ചൂഷണം ചെയ്യാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഇതുപോലൊരു ഹൈ ക്വാളിറ്റി വീട് ചെയ്യാൻ പറ്റും? നല്ല പ്ലാനിങ്ങും അതേ കണക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു പ്രവാസി സുഹൃത്ത് അവിടെ നിന്നുകൊണ്ട് നാട്ടിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരൊരിക്കലും പറ്റിക്കപ്പെടാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു വീട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ചെയ്തിരിക്കുന്ന വീട് സാം ഷൈനി ദമ്പതികളുടെ ഇവരുടെ ഫാമിലിയിൽ തന്നെ 3ാമത്തെ വീടാണ് പിനലോ ഡിസൈൻസ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ് 4 BHK ബോക്സ് ടൈപ്പ് വീടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊരു ഗ്രിൽ ഡിസൈൻ, അതേണങ്ങനെ ബോക്സിൽ ഒരു ഗ്രിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഈ വരുന്ന എല്ലാം ടെമ്പേർഡ് ഗ്ലാസുകളാണ്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വുഡ്, കംപ്ലീറ്റ് ടീക്ക് ആണ്. എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോട്ടിയാട് ഡിസൈൻസ്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഫുൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് നമുക്ക് കാണണം. നമ്മുടെ പിനലോ ഡിസൈൻസിന്റെ MD ആയിട്ടുള്ള രാഹുലിനെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടണം. നിങ്ങളും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ല വീട്, മനസ്സിലായില്ലേ? നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഇവരുടെ വീടിന്റെ തേപ്പിന് നമുക്ക് തേപ്പ് കിട്ടാതെ നല്ലൊരു വീട് തേച്ച് പണിഞ്ഞ് തരുന്നത് തന്നെയാണ് അല്ലേ? അതാണ് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ഈ കൊടുക്കുന്ന മെറ്റീരിയലില് കറക്റ്റ് ആയിട്ട് ഇപ്പം സാറും മാഡം നാട്ടിലില്ലായിരുന്നു. ഇല്ലല്ലോ, അവര് കുവൈറ്റിലാണ്. അപ്പൊ അത് കൊടുക്കുന്ന ടൈമിന് ഇപ്പം ഇവിടെ നോക്കാനായാലും ആ അങ്കിളും ആന്റി എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എല്ലാത്തിന്റെയും എനിക്ക് അവരോട് ചോദിക്കണം. ഒരുപാട് വീടുകളിൽ അവര് പറയണം, കസ്റ്റമേഴ്സ് പറയണം, അത് ചോദിക്കണം. അൾട്ടിമയുടെ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആ പെയിന്റിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് കാണുമ്പോൾ തന്നെ അറിയാം. മുന്തിരി കളറും ആ ഒരു ബേജ് കൂടെ വന്നപ്പോൾ ഭയങ്കര യുണീക്കായി, വീടിനൊരു പ്രീമിയം ടച്ച് നൽകുന്നു. ഫ്രണ്ട് ഓവറോൾ ആ ഒരു ബ്ലാക്ക് തീം ഗ്ലാസ് കൂടെ വന്നപ്പോൾ ഫ്രണ്ട് എക്സ്റ്റീരിയർ അടിപൊളിയായി. ഈ ഒരു ഫുൾ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങളാണ് ചെയ്തത്. കംപ്ലീറ്റ് A to Z നിങ്ങളാണ് ചെയ്തത്. 1600 ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. നാനോ ടൈലാണ്, ലെപ്പോത്ര ടൈപ്പ് നാനോ ആണ്. ആ വാതിലിന്റെ ഡിസൈൻ ഒക്കെ നോക്കി നല്ല വർക്ക് തന്നെ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. CNC അല്ല, ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ്. നല്ല കാതലുള്ള തേക്കാണല്ലോ. ഫോറസ്റ്റ് വുഡ് ആണ്. എല്ലാം വുഡിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ലിവിംഗിലേക്ക് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വാവ്, നൈസ് ആയിട്ടാണല്ലോ ഈ TV ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈനിങ് സ്പേസിലേക്കും നമുക്ക് ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത്. വാവ്, ഇത് ഹെവി. മാത്രമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കൂ? അല്ല, TV യൂണിറ്റ് മാത്രം. അതുപോലെ ഇതായ ലിവിംഗ് സ്പേസിൽ ഒരു വീടിനെ ഒന്ന് മോഡേൺ കൺസെപ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമുക്കിപ്പോ ഈ ഒരു മെക്കാനിസം കണ്ടില്ലേ, ഈ ഒരു മെക്കാനിസം നമുക്കൊരു 3500-4000 രൂപ പ്രൈസിന് കിട്ടുന്നുണ്ട്. അതൊരു 10 തവണ നമ്മളൊന്ന് കറങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെയാണ് കേബിൾ സിസ്റ്റം എല്ലാം വരുന്നത്. ഇത് ഞങ്ങൾ ആക്ച്വലി വണ്ടികളുടെ സ്പെയർ പാർട്സ് വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ലെയ്ത്തിൽ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് വേറെ ലെവലാണ്. റെഡിമെയ്ഡ് വരുന്ന ഐറ്റം മേടിച്ചതിൽ കംപ്ലൈന്റ് വന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളത് നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്യണം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പ്ലൈവുഡ്സിനേക്കാളും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് WPC ആണ്. ഇത് മൊത്തം കംപ്ലീറ്റ് WPC. ഇത് മാത്രമല്ല, ഇതിന് നിങ്ങൾ എത്ര വർഷം വാറന്റി കൊടുക്കും? WPC ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് വാറന്റി ഇതിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിംഗ് സ്പേസിൽ വന്നിരിക്കുന്ന ആ ഒരു സീലിംഗ് വർക്ക് അതും യുണീക്ക് ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ബോക്സ് ഡിസൈൻ ടൈപ്പ് തന്നെയാണ്. സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. WPC പാനലിംഗിൽ കൊടുത്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റ് മനോഹരമാക്കുന്നു. പുറത്തുനിന്ന് 1 രൂപ കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ രൂപക്കൂട് വളരെ മനോഹരമായിട്ട് അവർ ലിവിംഗ് സ്പേസിൽ ചെയ്തിട്ടുണ്ട്. ടീക്കൂട്ടിലാണ് നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നെങ്കിൽ ടീക്കൂട്ടിന്റെ തന്നെ ഒരു ഓർക്കിഡ് സോഫയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആളെ കൂടെ പരിചയപ്പെടുത്താൻ ഇത് എബിൻ എഞ്ചിനീയർ ആണ്, പിനലോ ഡിസൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വീടിന്റെ ഫുൾ ഐഡിയാസ് ആരുടെ? ആക്ച്വലി നിങ്ങളുടെ 2 പേരുടെയാണ്. അതാണ് മൾട്ടിപ്പിൾ ഐഡിയാസ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിനൊരു ഇത് വരുന്നത്. ഞങ്ങൾക്ക് അതിനൊരു ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡിസ്കസ് ചെയ്ത് പലരുടെ ഐഡിയാസ് വെച്ചിട്ടാണ് ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
WPC ഇതെല്ലാം വന്നിരിക്കുന്ന WPC മെറ്റീരിയൽ. ഓ കേബിൾസ് എല്ലാം ബോട്ടത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഓ ഇതെല്ലാം നമ്മൾ ബോട്ടത്തിലാണ് കേട്ടോ ഒതുങ്ങി, എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അതായത് ഒന്നും വെളിയിലില്ല, എല്ലാം സെക്യൂർ ആയിട്ട്. അപ്പൊ കുട്ടികൾ വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, സേഫ് ആണ്. ഇത്രയും വലിയൊരു ലിവിങ് സ്പേസിന് ആ സ്പേസിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു പാർട്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. അതും അവർക്ക് യൂസ്ഫുൾ ആയി. ഇനി കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റ് അത് അടിപൊളിയായിട്ടുണ്ട്, ഹാങ്ങിങ്സ് സൂപ്പർ ആയിട്ടുണ്ട്. അതെല്ലാം പറ്റിയൊരു ബാംഗ്ലൂർ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഫീൽ ഒക്കെ ദമ്പതികൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. നല്ല ഹാപ്പി. ലൈറ്റ്സുകൾ കംപ്ലീറ്റ് ഞങ്ങൾ ഏത് വീടിന്റെ ആണെങ്കിലും ലൈറ്റ്സുകൾ ഡയറക്റ്റ് പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്യണം. ഫ്യൂച്ചറിൽ നമുക്കിപ്പം കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റെയറിന് ഇത് നമുക്ക് അത് കൂടാതെ ഒരു പെബിളൊക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസൈൻ ആ ഒരു ചെറിയ ഗാർഡൻ, ഇൻഡോർ ഗാർഡൻ പോലെ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം. ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ കാണുന്ന ഓപ്പൺ കിച്ചൺ, നല്ലൊരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വാഷ് സ്പേസിന് ഏരിയ കൊടുത്തിരിക്കുന്നത്. എല്ലാം യുണീക്ക് ആയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ ഒരു വാഷ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സീലിംഗിന്റെ ലൈറ്റ് ആണെങ്കിലും ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ അടിപൊളിയായിട്ട്. ഇതും WPC-യിലല്ലേ ചെയ്തിരിക്കുന്നത്? WPC-യിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്ന കോട്ടിയാടിലേക്കാണ്. വാവ്, ഒരു ഓപ്പൺ വീട്, ഒരു തുറന്ന പുസ്തകം പോലായി. ഫുൾ ഓപ്പൺ ആയപ്പോൾ അടിപൊളി. ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയട്ടെ, ഒരു പോസിറ്റീവ് എനർജി, ഭയങ്കര കാറ്റ്. ഇതാണ് വേണ്ടത്. മറ്റേ അടഞ്ഞു കിടക്കുന്ന വീട്ടില് ഭയങ്കര അസുഖങ്ങളും പോസിറ്റീവ്നെസ് കിട്ടുക എന്നുള്ളതാണ്. അത് വേണം. അതില്ലെങ്കിൽ പിന്നെ എന്തിനാ? ഇതിപ്പോ ഫുൾ കവേർഡ് ആണോ? വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ കവർ ചെയ്യാം. ഫ്യൂച്ചറിൽ ഫുള്ളി ഗ്ലാസ് ചെയ്തിട്ട് കവർ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കോർട്ട്യാർഡ് ആണെങ്കിലും ഈ പോയേക്കുന്ന ജസ്റ്റ് ബ്രിക്ക് വർക്ക് അല്ല, കോളം തന്നെയാണ് പോയേക്കുന്നത്. കംപ്ലീറ്റ് കോളവും ബീംസും ആണ് ഇപ്പോൾ. കോളവും ബീംസും ആണ് പോയിരിക്കുന്നത്. വാ, അടിപൊളിയായിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഗാർഡൻ. എല്ലാ സ്ത്രീകളുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് എപ്പോഴും ചെടി വളർത്തണം, ചെടി നല്ല രീതിയിൽ പരിപാലിക്കണം. വെർട്ടിഫൈഡ് ആണ് ഇട്ടേക്കുന്നത്. അത് വെർട്ടിഫൈഡ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഓളിലും ചെയ്തിരിക്കുന്ന ഫുള്ള് വെർട്ടിഫൈഡ് ടൈൽ. അതെ, CCTV ക്യാമറ, അതായത് ഇതിന്റെ കംപ്ലീറ്റ് ഫുൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എല്ലാ വർക്കും നിങ്ങളാണ് ചെയ്തത്. കംപ്ലീറ്റ്. എന്തായാലും ഭയങ്കര രസമുണ്ട്. സബ് കോൺട്രാക്ടിംഗ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ? കംപ്ലീറ്റ് സ്റ്റാഫുകൾ ഞങ്ങളുടെയാണ്. നിങ്ങളുടെയാണ്. ഈവൻ അപ്പൊ അവരൊരു ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. ആദ്യം നിങ്ങളൊരു പ്ലാൻ കൊടുക്കുന്നു, ഒരു 2D പ്ലാൻ നിങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു അവരെ ബഡ്ജറ്റ്, ഇപ്പൊ എന്റെ ബഡ്ജറ്റ് 45 ലക്ഷം രൂപയാണ്, അല്ലെ 35 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു വീട് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ആ 2D പ്ലാൻ, ആ 35 ലക്ഷം രൂപയ്ക്കുള്ള വീടിന്റെ ഇത് കൊടുക്കും. 2D പ്ലാൻ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ആദ്യമേ പറഞ്ഞല്ലോ, ആ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്ന ഒരു വീടിന് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. മനസ്സിലല്ലേ? വെറുതെ ഒരു വീട് വെച്ച് ഒരു കുറച്ച് ഒരു കെട്ടിടം പോലെ, ഒരു പഴയ ഒരു കെട്ടിടം പോലെ കെട്ടി വെക്കാൻ നോക്കിയിട്ട് ഈ വീട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു 45 ലക്ഷം രൂപ ബഡ്ജറ്റിലായിരിക്കും. ഇന്റീരിയറും എല്ലാം വീട്, ഇന്റീരിയർ എല്ലാം ഒരു 45 ലാക്സിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതായത് എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയൽ, അൾട്രാടെക്, വൈശാഖ്, ഏഷ്യൻ അൾട്ടിമ. അപ്പൊ ഇതിന്റെ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും കസ്റ്റമറിന്റെ അറിവോടുകൂടെ ഈ ലോഡ് വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ നാട്ടിൽ ഇല്ല അല്ലെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ലോഡ് ഇറങ്ങുന്നതിന്റെ, അവിടെ വണ്ടി ലോഡ് ചെയ്യുന്നതിന്റെ ഫോട്ടോ, വീഡിയോ, ഇവിടെ സൈറ്റ് വരുന്നത് എല്ലാം ഞങ്ങളുടെ വണ്ടിയെ, പുറത്തെ വണ്ടികളൊന്നും അല്ല. കംപ്ലീറ്റ് ലോജിസ്റ്റിക്സ് ഞങ്ങളുടെ തന്നെയാണ്. ഏറ്റവും ലോങ് ആയിട്ട് നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എറണാകുളം തൊടുപുഴയാണ്. ഇപ്പൊ കേരളത്തിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിൽ നിങ്ങൾ വീട്? ഇപ്പൊ ഞങ്ങൾ കറണ്ട് റണ്ണിങ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഇപ്പൊ ഫിനിഷായി, ഇടുക്കി, എറണാകുളം റണ്ണിങ് പ്രോജക്റ്റുകൾ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഈ കസ്റ്റമേഴ്സ് നമ്മുടെ ഇപ്പൊ വ്യൂവേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നലവിലുള്ള നിങ്ങളുടെ പ്രോജക്റ്റ് പോയി ഞങ്ങൾ നേരത്തെ ഉള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അവർക്ക് ഏത് കസ്റ്റമറോടാണ് സംസാരിക്കുന്നത് അതാണ് വേണ്ടത്. ആ കസ്റ്റമറോട് ഡയറക്റ്റ് പോയി സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺ കോൾ എടുത്ത് ചെയ്യാനുള്ളൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കും. എന്തായാലും ഓപ്പൺ കിച്ചൺ, എന്തായാലും ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോവാം, അവിടം വരെ പോകണ്ട. then ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിന് വെക്കാനുള്ള സ്പേസ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മൊറോക്കൻ ഡേ സീരീസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ നാനോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാർബിൾ ടോപ്പ് കണക്ക് നാനോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മൊത്തം നമ്മൾ ഏതിലാണ്? WPC അക്രലിക്. ഇനി ഒരു കിച്ചൺ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. കിച്ചൺ മാത്രമാണ് ഞങ്ങൾക്ക് ഇന്റീരിയറിന്റെ യൂണിറ്റ് ഉണ്ട്. ഇന്റീരിയർ നിങ്ങൾ ചെയ്തു. പിന്നോട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ, ഒരിക്കലും കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സ് വരാത്ത രീതിയിൽ. ഇതിപ്പോ നമ്മൾ എപ്കോഡയാണ് വെച്ചിരിക്കുന്നത്, ഒരു ടാൻഡം യൂണിറ്റ്. ഈ ഒരു ടാൻഡം യൂണിറ്റിന് നമുക്കിപ്പം നോർമലി നമുക്കിത് പ്ലൈവുഡിലോ അല്ലെങ്കിൽ അങ്ങനെയോ ചെയ്യാം. പക്ഷെ അതാകുമ്പോഴത്തേക്കും ഇത്രയും ഒരു സ്മൂത്ത് മെക്കാനിസം നമുക്ക് കിട്ടും. ലോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇളകി വരുമ്പോൾ പ്ലക്ക ഒടിഞ്ഞ് വീഴും. ഇതിനകത്ത് ഭയങ്കര ഇഷ്യൂസ് ആണ്. പിന്നെ ഈ കിച്ചണാണ് നമ്മളൊരു വീട്ടിൽ ഭയങ്കര റഫ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഓട്ടോമേറ്റഡ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ.
ഓട്ടോമേറ്റഡ് സിങ്കിനകത്ത് ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ആണ്. അതേ multi-purpose ആണ്. മൾട്ടിപർപ്പസ് ആണ്. ഇതിൽ പ്യൂരിഫയറിന്റെ കണക്ഷൻ വരുന്നതാണ്. ഇത് വരുന്ന ജസ്റ്റ് ഒരു ഗ്ലാസ് വാഷ് ആണ്, സ്പ്രിംഗ്ലർ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ട്രേ കാര്യങ്ങൾ, കട്ടിംഗ് ബോർഡ്സ് കാര്യങ്ങളെല്ലാം ചിമ്മിനി വരെ ഇവരാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വുഡൻ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കിച്ചണിന്റെ ഒരു വർക്ക് തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലാണ് കേട്ടോ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കൊടുത്തിരിക്കുന്ന കുഞ്ഞ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ അത് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കൊടുത്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റ്സ് എല്ലാം അടിപൊളി. ഇവിടെ ഒരു സ്റ്റോർ റൂം, നമുക്ക് അരി വെക്കാൻ ഫുള്ള് സാധനങ്ങളൊക്കെ പണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ എന്താ പറയാ തറവാട് വീട്ടിൽ വരെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇൻ കേസ് ഇപ്പൊ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടെങ്കിലും കൊണ്ടുപോയി കോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെയും കൊടുത്തിരിക്കുന്ന വാൾ ടൈൽസുകളെല്ലാം അടിപൊളിയായി. പിന്നെ നമ്മൾ നേരെ പോവുകയാണെങ്കിൽ പുറമേക്ക് കയറുകയാണെങ്കിൽ അവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ വീട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രീതിയിൽ അവിടെ ഒരു മുറ്റം കൊടുത്തിട്ടുണ്ട്. അതായത് കയറി താമസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെയും WPC ഡോർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ഇലക്ട്രിസിറ്റി യൂണിറ്റിന്റെ ഫുൾ ബോർഡുകൾ കാര്യങ്ങളെല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കുട്ടികൾ ഓടാത്ത രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂം ഒക്കെ ആണെങ്കിൽ വാവ്, അത് കൊള്ളാം, പ്രീമിയം. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അവിടെ നേരെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വാവ്, സൂപ്പർ, നല്ല പ്രീമിയം ടച്ച്. നമ്മൾ ബെൻസ് കാറിലൊക്കെ കയറുമ്പോൾ എന്തോ നമ്മൾ ഫീൽ കിട്ടുന്നത് ആ ഫീലാണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടിയിരിക്കുന്നത്. ലക്ഷറി. കാരണം അതിന്റെ രീതിയിൽ തന്നെയാണ് ഡ്രസ് പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിലും നിലം തൊടാത്ത കട്ടിലാണെന്നുണ്ടെങ്കിലും ഫ്ലോട്ടിംഗ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. WPC ആണ്. അവിടെ തന്നെ ആ സെയിം കണ്ടിന്യൂഷൻ ആണ് നമ്മളെ ബ്ലൈൻഡ്സിൽ വന്നിരിക്കുന്നത്. അവിടെ ആ ഒരു ബ്ലാക്ക് മിറേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിന് കൂടുതൽ ഒരു തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത്. ഫുൾ കവേർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബ് ആയിരുന്നെങ്കിൽ ഈ പുറത്തൊന്നും പൊടിയൊന്നും തങ്ങി നിൽക്കത്തില്ല. സംഭവം ഞങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ കസ്റ്റമർ സമ്മതിച്ചില്ല. അത് ശരിയാണ്, അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും. ഫുള്ള് കവർ ചെയ്ത് അടയ്ക്കണ്ടെന്നുള്ളത് തോട്ട് കാണാം. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വേണമെന്നുള്ള. നേരത്തെ നമ്മൾ TV യൂണിറ്റിൽ കണ്ട അതേ കണ്ടിന്യൂഷൻ തന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ കോപ്പർ വന്നിട്ടുള്ള ഒരു ഫീൽ ഇല്ലേ, ഗോൾഡൻ തീമിൽ ഒരു കോപ്പർ എന്നൊക്കെ പറയാം. ആ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു ബെഡ്റൂം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ കൂട്ടിന്റെ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഡോർ ഹാൻഡിൽസ് വരെ യുണീക്ക് ആണ്. ഇത് എക്സ്പെൻസീവ് ആണ് അല്ലേ? ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. കാരണം കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതാണ് കന്നിമൂലയിൽ വന്നിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം. അതിൻ്റെ ഒരു തീം ജിപ്സൺ സീലിംഗ് ചെയ്തിരിക്കുന്ന നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് ജിപ്സൺ സീലിംഗ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ആൻഡ് സ്ക്വയർ എന്നൊക്കെ പറയത്തില്ല, അതിനകത്തൊരു സ്പോട്ട് ഏജ് പാറ്റേണിൽ വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെയും അതേ രീതിയിൽ തന്നെ യുണീക്കായിട്ട് തന്നെയാണ് ആ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ്. അവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 4 BHK എല്ലാം നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അവിടെ കോമൺ ബാത്റൂം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാലുള്ള കോമൺ ബാത്റൂം അവിടെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂമിലേക്ക് വരികയാണെങ്കിലും അതിലും ഒരു പ്രീമിയം ടച്ച് നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ വാൾ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം സീലിങ്ങിലെ കംപ്ലീറ്റ് വർക്കും ഒരുമാതിരി ആച്ചാ പൂച്ച ബീച്ച ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് പറയാം, ആച്ചാ പൂച്ച ഗീച്ച അതൊന്നുമില്ല. എല്ലാത്തിനും ഒരു യുണീക്നെസ് നിലനിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുൾ ഒരു CNC കട്ടിംഗ് ആണ്. CNC കട്ടിങ്ങിൽ ചെയ്തിരിക്കുന്ന ആ ഒരു അതിന്റെ ഫ്രെയിമിന്റെ ഡിസൈൻസ് എല്ലാം വളരെ യുണീക്ക് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫസ്റ്റ് എൻട്രിയിൽ കണ്ട സ്റ്റെയറിൽ കാണുന്ന അതേ ഇത് തന്നെയാണ് സ്റ്റെയറിൽ നാനോ കൊടുത്തിരിക്കുന്നത്. ആ നാനോയിൽ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റ്സുകളാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. കമ്പനിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ? ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇതിന്റെയൊക്കെ ഡീലേഴ്സിന്റെ അടുത്ത് നിന്ന് നേരിട്ട് ഇവർ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വില കുറച്ച് എടുക്കാൻ പറ്റും. പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടും. പർഗോള ചെയ്തിരിക്കുന്ന അതിൽ നല്ലൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടംബേർഡ് ഗ്ലാസ് അതിൽ കൊടുത്തിട്ടുണ്ട്. വാവ് വാവ്, കിട്ടു ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട്. എപ്പോഴും നിങ്ങളൊരു വീട് ചെയ്യുമ്പോൾ എന്ത് വേണം, ഇപ്പം നമ്മൾ പിന്നോലോ ഡിസൈൻസ് എന്ന് പറയുന്ന ബിൽഡേഴ്സിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ മുമ്പ് ചെയ്ത കൺസ്ട്രക്ഷൻ ചെയ്ത വീടുകൾ, നിങ്ങളിപ്പോൾ എത്ര വർഷമായി ഈ ഒരു ഫീൽഡ്? 15 വർഷം. അപ്പം നിങ്ങൾ 15 വർഷം മുമ്പ് ചെയ്ത വീടുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അവരെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഇവർ നേരിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കയറി വരികയാണ്. സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. ആ റൂം നമുക്ക് സെയിം തന്നെയാണ്. ബാത്റൂം നമുക്ക് മുകളിലൊരു ബാത്റൂം വരുന്നുണ്ട്, സെയിം തന്നെയാണ്. നേരെ നമുക്ക് ഈ ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. ബാൽക്കണിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് നല്ലൊരു വെട്ടം കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്രെയിം, ഇതും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ്, നല്ല ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അത് വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്ന സ്ക്വയർ ഡിസൈൻസ് ഇല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീലിംഗ്സിൽ കൊടുത്തിരിക്കും ജിപ്സൺ സീലിംഗ് വളരെ മനോഹരമായിട്ട്. സെയിം മൾട്ടിപ്പിൾ ഡിസൈൻ ഒന്നുമില്ല. ടൈലെല്ലാം ഒരേ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ടൈൽ ചെയ്തിരിക്കുന്നത് എല്ലാം 1600-800 അവിടെ നമ്മൾ നേരെ സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് പോലെ ഉണ്ട്. ഇവിടെ ഒരു ഹാള്, ഈ ഒരു ഹാള്, അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ കട്ടൻ ചെയ്തിട്ട് ഇവിടെ ഒരു വിശാലമായ ബാൽക്കണി. അതൊരു വീടിന് എന്തൊക്കെ വേണം, കോർട്ട്യാർഡ് വേണമെങ്കിൽ കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ബാൽക്കണി വേണമെങ്കിൽ ബാൽക്കണി, പിന്നെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ബാൽക്കണി,
എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, രാവിലെ പൊളിയായിട്ടാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റ്. രാത്രിയാകുമ്പോൾ ഭയങ്കര മനോഹരമായിരിക്കും. ഇവിടെ എന്തോ ഈ ഒരു സ്പേസ് ഇങ്ങനെ ഇത് ശരിക്കും ആക്ച്വലി ഒരു ഫൗണ്ടന് വേണ്ടിയിട്ട് ഞങ്ങളൊരു തീം സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെയും വേണമെങ്കിൽ ഒരു 2 ചെയറൊക്കെ ഇട്ട് കോട്ടയാട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. പിന്നെ അതിന്റെ ബെനിഫിറ്റ് കോട്ടയാടിൽ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റും. അടിപൊളി, ഇത് കൊള്ളാം. ഈ ഒരു തീം എനിക്ക് മൊത്തം പ്രൈവറ്റ് ഏരിയ ആയിട്ടും യൂസ് ചെയ്യാം. സീരിയസ്ലി എങ്ങനെ വേണമെങ്കിലും ഇനി ഫ്യൂച്ചറിൽ ഒരു ഡിസൈൻ തിരുത്തണമെങ്കിലും ഇതിനകത്ത് പല കളികളും കളിക്കാം. ഒരുപാട് ചെയ്യാം. അത് അടിപൊളിയായിട്ടുണ്ട്. അടുത്ത നമ്മൾ കയറാൻ പോകുന്ന അടുത്ത ബെഡ്റൂമാണ് കേട്ടോ. അടുത്ത ബെഡ്റൂം നോക്കണെങ്കിൽ വാവ്, ഒരു ലൈറ്റ് തീം. ഇത് മോളുടെ റൂമാണ്. വാവ്, അതെ, മോക്കൊരു പിങ്ക് ഷെയ്ഡിൽ ഗേൾസിന്റെ റൂം വരുമ്പോൾ പിങ്കിൽ അവളുടെ ഡോൾസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അതിന്റെ തീമിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടലി ഒരു ചേഞ്ച്. അവർക്ക് എപ്പോഴും കളറായിരിക്കും ഇഷ്ടം. അല്ല, അത് മോള് ചൂസ് ചെയ്ത്, ഇവിടുത്തെ മകള് ചൂസ് ചെയ്ത കസ്റ്റമറിന് എന്താണോ വേണ്ട അത് നമ്മൾ ഇങ്ങനെ കൊടുക്കും. പുള്ളിക്കാരിക്ക് 7 വയസ്സേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരിയുടെ അഭിപ്രായം വരെ എടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. വാവ്, ദാറ്റ്സ് ഗുഡ്. അടിപൊളി. അത് കൊള്ളാം, എന്തായാലും കൊള്ളാം. അതിന്റെ ജിപ്സം സീലിംഗ് വർക്ക്സ്. പിന്നെ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രസ്സിങ് യൂണിറ്റ്, റോബ് തീമുകളാണെന്നുണ്ടെങ്കിൽ എല്ലാം യൂണീക്ക് ആയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എല്ലാത്തിനകത്തും ഇപ്പോൾ 4 BHK എന്ന് പറയുമ്പോൾ 4 BHK ഫുൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഞാൻ രാഹുൽ പറയട്ടെ, സത്യത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കേട്ട് ഞാൻ ഞെട്ടിപ്പോ. വീണ്ടും പറയുക, ഇപ്പം റേറ്റ് കുറച്ചു എന്ന് കരുതിട്ട് കസ്റ്റമറോട് സംസാരിക്കുക. ഫസ്റ്റ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അവർക്കൊരു സ്പെസിഫിക്കേഷൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷൻ നോട്ട് വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയലും അതല്ലാണ്ട് വേറൊരു മെറ്റീരിയൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ സ്റ്റീല് ഞങ്ങൾക്ക്, അതായത് നിങ്ങൾ സിമെന്റിനകത്ത് ഒരു ബക്കറ്റ് വെള്ളം ചേർക്കേണ്ട അടുത്ത് 10 ബക്കറ്റ് വെള്ളം ചേർത്തിട്ടില്ല. കോൺക്രീറ്റ് കംപ്ലീറ്റ് റെഡി മിക്സ് ആയിരുന്നു. അൾട്രാടെക് റെഡി മിക്സ്. വെരി ഗുഡ്. ഇനി നമുക്ക് മുകളിലേക്ക് വന്നപ്പം അപ്പറിൽ നമ്മള് ജിപ്സം സീലിംഗിന് ഒരു ചേഞ്ച് കൊണ്ടുവന്നു. സെൻട്രൽ പോർഷൻ ഒക്കെ വരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നല്ല രീതിയിലാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഓരോ അടുത്തെയും സീലിംഗ്സ് എനിക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഇവിടെ ഒരു നല്ല സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മുകളിലേക്ക് വേണമെങ്കിൽ കയറാം. വീട് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആവുന്ന കുറച്ച് സംഗതികളെന്ന് പറയുന്നത് നമ്മളെ സീലിംഗ് വർക്ക്, ഇന്റീരിയർ ഡിസൈൻസ്, അതുപോലെ ലൈറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ വ്യൂവേഴ്സിന് വില കുറച്ച് എത്തിക്കാൻ പറ്റുന്നത്? അല്ല, ഇതിപ്പോ ഞങ്ങൾ ലൈറ്റ്സ് മാത്രമായിട്ട് ഞങ്ങൾക്ക് സപ്ലൈ ഇല്ല. ഐ മീൻ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രൊജക്റ്റിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇന്റീരിയർ മൊത്തം നിങ്ങൾ ചെയ്തു കൊടുക്കത്തില്ല? ഇന്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരാമല്ലോ. എന്റെ വീടിനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം, കംപ്ലീറ്റ് ഇന്റീരിയർ മാറ്റണം, കംപ്ലീറ്റ് ലൈറ്റിംഗ് മാറ്റണം, കംപ്ലീറ്റ് കിച്ചൺ ഇന്റീരിയർ മാറ്റണം, എല്ലാം എനിക്ക് മാറ്റണം. ഞാൻ നിങ്ങളെ പിന്നുള്ള ഡിസൈൻസിന് വർക്ക് തരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇപ്പൊ കമ്പനിയിൽ നിന്ന് നിങ്ങൾ നേരിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പോയി ഒരു 5000 രൂപ കൊടുത്ത് മേടിക്കേണ്ട ലൈറ്റ് നിങ്ങൾക്ക് എനിക്ക് 3000 രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ? ഉണ്ട്, അതെനിക്ക് അറിയാം. വളരെ മനോഹരമായ പിന്നലോ ഡിസൈൻസിന്റെ ഈ ഒരു വർക്ക് കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു വണ്ടർഫുൾ ഫാമിലി ഉണ്ട്. അതുപോലെ സാം ഷൈനി ദമ്പതികൾ. വിദേശത്ത് എവിടെ? കുവൈറ്റിലാണ്. എത്ര വർഷമായി പ്രവാസി ജീവിതം തുടങ്ങിയിട്ട്? അപ്പൊ അവിടെ നിന്നപ്പോൾ നമ്മൾ ഒരു പിന്നലോ ഡിസൈൻസിനെ പോലെ ഒരു ബിൽഡേഴ്സിനെ ഏൽപ്പിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ഇല്ല. അതെന്തുകൊണ്ട്? എന്റെ ഒരു റിലേഷൻ വീട് 2 വീട് ഓൾറെഡി ഇവരാണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഫാമിലി 2 വീട് ഓൾറെഡി ഇവർ ചെയ്തു. അപ്പൊ ആന്റി മുഖാന്തരമാണ് എനിക്കൊരു വീഡിയോ തന്നത്. ഓക്കെ. ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ രാഹുലിനെ വിളിക്കുന്നത്. അപ്പൊ കണ്ണോടെ ചെയ്യിപ്പിക്കാന്ന് തോന്നി. അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ പോലെ ഈ ഫോട്ടോസും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നായിരുന്നു. അപ് ടു ഡേറ്റ് അപ്ഡേറ്റ്സ് കിട്ടും. ഇനി സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ നിന്നോ? നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്ന് പുറത്തു പോയോ അതോ അതിനകത്ത് തന്നെ? വീട് പണിഞ്ഞു വന്നപ്പം സ്വല്പം വലുതായി, അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് നിന്നു. ഇറ്റ്സ് മീൻസ് നിങ്ങളത് ഓക്കെ ആണോ? ലൈക്ക് ഇപ്പോൾ ചിലർ പറയുന്നു ഞാൻ ഒരു 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് തീർത്തു തരാം, ഈ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് തീർത്തു തരാമെന്ന് പറയുന്നു. എന്നിട്ട് ഒരു അയ്യോ സോറി എനിക്ക് 70 ലക്ഷത്തിൽ തീർക്കാൻ പറ്റൂ, പിന്നെ ഒരു ഇതിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള ഏടാകൂടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പൈസ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല, നിങ്ങൾ ഓക്കെ ആണ്? ഫുൾ എമൗണ്ട് ആയിട്ട് ചോദിക്കത്തില്ല. ഓരോ പ്രോസസിങ് തുടങ്ങുമ്പോഴും അതിനനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇനിയിപ്പം വൈഫ് എന്തൊന്നും ഉണ്ടായിരിക്കുന്നത്? കോട്ടിയാടും കിച്ചണും എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നിന്നെ കാണുന്നുണ്ട്, നിന്നെ ഞാൻ കാണാനായിട്ടിരിക്കുക കേട്ടോ. അതിനു മുമ്പ് ഇവിടെ ഞാൻ അങ്ങോട്ട് വരാം, ഒരാളെ നമുക്ക് പരിചയപ്പെടണം. കിച്ചൺ അടിപൊളി, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവർ ചെയ്തു തന്നു. ഓക്കെ. ഇതിൽ എന്തൊക്കെയാ നിങ്ങളുടെ ഐഡിയാസ് ഉള്ളത്? ഫുള്ള് നിങ്ങളുടെ ഐഡിയാസ് ആണോ? തീമുണ്ടോ? കുറച്ചൊക്കെ എനിക്കിഷ്ടമുള്ള രീതിയൊക്കെ ഞാൻ രാഹുലിനോട് ഷെയർ ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഹാപ്പിയാണ്. മോന്റെ പേര്? എഫിനോട് എന്താ ഐഡിയ വീട്ടിലുള്ള? പുറത്തെ കാര്യങ്ങളൊക്കെ എഫിനാണ് പ്ലാൻ ചെയ്തത്. ഇനി അടുത്ത ആളെ പരിചയപ്പെട്ട. എന്താ പേര്? എർലിന്റെ റൂമിന്റെ എർലിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടു, സത്യമാണോ? ആണോ? എർലിന്റെ ആണോ? ബ്ലൂ കളറൊക്കെ പിങ്ക് കളറൊക്കെ വന്നിട്ട് ഫുള്ള് എർലിനാണ് ആ വീട്, ആ ഫുള്ള് റൂം എനിക്കിങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ അടിപൊളി. ഒന്ന് കൈ ഇടട്ടെ, അടിപൊളി, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അമ്മ അപ്പപ്പാടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
എൻ്റെ പേര് റോസമ്മ. റോസമ്മ. ആ, എൻ്റെ പേര് സ്കറിയ. ഹാപ്പിയാണോ ഇവരുടെ എല്ലാ വർക്കിലും മൊത്തത്തിൽ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്? നമ്മുടെ ഫാമിലി 3 വീടായി. 3 വീടായി. 3 വീട് കംപ്ലീറ്റ് ആയി. നാലാമത് ഒരെണ്ണം കൂടെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, നമുക്കത് ഒരാളെ കാണുമ്പോഴും നമ്മുടെ അടുത്ത് വന്ന് നിങ്ങളെ പോലുള്ള എല്ലാവരും സഹായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ജനുവലാണെന്ന്. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ ഈ ഒരു വീട് മൊത്തത്തിൽ ചെയ്യാൻ എത്ര ലക്ഷം രൂപയായി? ഇപ്പം ഏകദേശം ടോട്ടൽ 65 ലക്ഷം. 65 ലക്ഷം രൂപയിലാണ് നമ്മളിത് മൊത്തം. അതായത് നമുക്ക് ഒരു സാധനം പോലും പുറത്തുനിന്ന് മേടിക്കേണ്ടത്. അതായത് നിങ്ങളിപ്പം ഗ്യാസിൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ചിമ്മിനി എല്ലാം ചേർത്തിട്ടാണ്. കിച്ചൺ ഇന്റീരിയർ, ലൈറ്റ്സ്, A to Z വെച്ച് കഴിഞ്ഞാൽ 65 ലക്ഷം രൂപ. വാവ്, അതെങ്ങനെയുണ്ട്? ലാഭമായിട്ട് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയൽ? പണിയിൽ അവര് ഒന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, നല്ല പണി തന്നെയാണ്. ഞാൻ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് വന്നു, കറക്റ്റ് ഡേറ്റ് തന്നെ പാല് കാച്ചാനും പറ്റി. വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും ഹാപ്പിയാണല്ലോ? ഒരു വീട്ടിന് ഒരു ഇതോ ഒന്നുമില്ല, ഒരു കാര്യവും നെഗറ്റീവും പറയാനില്ല. ഒരു പ്രവാസിയുടെ സ്വപ്നമാണ് ഇങ്ങനെ ഒരു വീടെന്ന സ്വപ്നം. അത് പൂവണിയുമ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിലുണ്ട്. എന്തായാലും 65 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല മെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു വീട്. അപ്പം വേർത്തിയാണ് നമുക്ക്. എന്തായാലും നഷ്ടം വന്നിട്ടില്ല, അത് മതി, അതെനിക്കറിഞ്ഞാൽ. രാവിലെ എന്തായാലും വളരെ മനോഹരമായ കസ്റ്റമർ ഫീഡ്ബാക്ക്, വളരെ മനോഹരമായ വർക്ക്. പിന്നല്ലോ ഡിസൈൻസ്, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കേരളത്തിൽ കിട്ടട്ടെ. ഇനി എല്ലായിടും എത്തണം. കാരണം നിങ്ങളെപ്പോലുള്ള ബിൽഡേഴ്സിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആരെയും പറ്റിക്കാതെ നല്ല രീതിയിൽ ചെയ്യുന്ന. അപ്പം നമ്മൾ നല്ലപോലെ ബിസിനസ് ചെയ്താൽ, അല്ലെങ്കിൽ നല്ലപോലെ നമ്മൾ ചെയ്യുക, നമ്മളെ വർക്കിനോട് നമ്മളൊരു പാഷനായിട്ട് എടുക്കുമ്പോഴാണ് ആ വർക്കിനൊരു ഇത് വരുന്നത്. ഞങ്ങൾ ഒരുപാട് വർക്കുകൾ അങ്ങനെ വലിച്ചുവാരിട്ട് ചെയ്യത്തില്ല. വളരെ യുണീക്കായിട്ട് നല്ലതെടുത്ത് ചെയ്യാം. ഒരു വർഷത്തിലൊരു അതാണ് വേണ്ടത്. വലിച്ചവര് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ വീട് വെക്കാൻ ഈ ലോണിനൊക്കെ കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലോണിന്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങളുടെ സപ്പോർട്ട്? ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഈ പ്ലാനിങ് കാര്യങ്ങൾ, അപ്രൂവലിന്റെ പേപ്പർ വരെയും നമ്മുടെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി 3 സെഗ്മെന്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൽ എവിടത്തേക്കാണെങ്കിലും ഫുൾ പേപ്പേഴ്സ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തവർക്ക് ഫയൽ കൊടുക്കും. ഓക്കെ. അതിനുശേഷം ആ ബാങ്കിലേക്ക് വേണ്ടിയുള്ള എസ്റ്റിമേഷൻ പേപ്പർ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ബാങ്കിൽ. അപ്പം ഞങ്ങളുമായിട്ട് ടൈപ്പ് ഉള്ള കുറച്ച് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം. സിവിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. വീട് സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രാഹുലിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ രാഹുലിന്റെ പിന്നോ ഡിസൈൻസിന്റെ കമ്പനി ടീം നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരും. രാഹുലെ അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ കാണുന്നവർ ക്യാമറമാൻ ആസ്മിനോടൊപ്പം ഇറ്റ്സ് മീ മച്ചാൻ ആൻഡ് പിന്നോ ഡിസൈൻ രാഹുൽ സൈനിങ് ഓഫ്. ബൈ.